വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ്, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. ഡിയർ സ്റ്റുഡൻസ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എക്സാം റിവിഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റലൈസേഷൻ ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഓവർ ക്യാപിറ്റലൈസേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ, ഡിഫറൻസ് ബിറ്റ്വീൻ capitalization and capital structure. First of all, capitalization, it is a quantitative concept. Second, then capital structure, it is a qualitative concept. Capitalization quantitative concept and capital structure qualitative concept. Second point, capitalization, in a narrow sense, it is the total amount of capital raised through shares, debentures, bonds, loans and retained earnings. Then capital structure, in a narrow sense, it is the makeup of the capitalization, that is shares, debentures, bonds, loans, etc. ക്യാപിറ്റലൈസേഷനിൽ നാരോ സെൻസ് പ്രകാരം പറയുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ക്യാപിറ്റൽ റൈസ് ചെയ്ത ടോട്ടൽ എമൗണ്ട് റൈസ് ചെയ്തെടുക്കുന്നത് ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, ബോൺസ്, ലോൺസ്, റീറ്റേൺഡ് ഏണിങ്സിലൂടെയാണ്. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നാരോ സെൻസിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റലൈസേഷൻ മേക്കപ്പ് ചെയ്തെടുക്കുന്നത് ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, ബോൺസ്, ലോൺസിലൂടെയാണ്. Third point, capitalization, in a broad sense, it refers to the determination of the total needs of capital, its structure and arrangements of funds. It includes a capital structure in itself. Then capital structure, in a broad sense, it is the part of capitalization. It determines the ratio in which the total capital is contributed by the different sources. ക്യാപിറ്റലൈസേഷൻ നമ്മുടെ ബ്രോഡ് സെൻസ് പ്രകാരം പറയുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ടോട്ടൽ ക്യാപിറ്റൽ ഡിറ്റർമിനേഷൻ ചെയ്യുക എന്നത്, അതിൻ്റെ ഫണ്ടുകളുടെ സ്ട്രക്ചർ, അറേഞ്ച്മെൻറ്റ്സ്, ഇതൊക്കെയാണ് നമ്മൾ ക്യാപിറ്റലൈസേഷൻ ചെയ്യുന്നത്. ഇതിലൊന്നും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ സ്ട്രക്ചറും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുക, ക്യാപിറ്റലൈസേഷൻ്റെ പാർട്ടാണെന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് നമുക്ക് പറയാം. ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് ടോട്ടൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു അനുപാതം, ഡിഫറെൻറ്റ് സോഴ്സസ് ഉണ്ട്, അതിൽ നിന്ന് എത്ര വീതം അനുപാതമാണെന്ന് അത് നമ്മൾ ഡിറ്റർമിനേഷൻ ചെയ്യുന്നതാണത് ക്യാപിറ്റൽ സ്ട്രക്ചർ. Fourth point, capitalization, it is classified as over capitalization and under capitalization. Then capital structure, it may be high geared or low geared. ക്യാപിറ്റലൈസേഷനിൽ ക്യാപിറ്റലൈസേഷനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഓവർ ക്യാപിറ്റലൈസേഷനും അണ്ടർ ക്യാപിറ്റലൈസേഷനെ ക്ലാസിഫൈ ചെയ്യുന്നത്. പിന്നെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഹൈ ഗിയർഡും ലോ ഗിയർഡും ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫിഫ്ത്ത് പോയിന്റ്, ക്യാപിറ്റലൈസേഷൻ, it is mainly influenced by the internal requirements of the company. Then capital structure, it is mainly influenced by the external sources such as market conditions, investors, psychology, government policies, etc. ക്യാപിറ്റലൈസേഷനിൽ നമ്മൾ കമ്പനിയുടെ ഇന്റേണൽ സോഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, എന്നാൽ ക്യാപിറ്റൽ സ്ട്രക്ചറിലോ കമ്പനിയുടെ എക്സ്റ്റേണൽ സോഴ്സസിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ക്യാപിറ്റലൈസേഷനെ ടു ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ, സെക്കൻഡ് ഓവർ ക്യാപിറ്റൽ. ഫസ്റ്റ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്താണെന്ന് നോക്കാം. ഓവർ ക്യാപിറ്റലൈസേഷൻ ആൻഡ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ. ഫസ്റ്റ് ഓവർ ക്യാപിറ്റലൈസേഷൻ. ഓവർ ക്യാപിറ്റലൈസേഷൻ മീൻസ് മോർ ക്യാപിറ്റൽ ദെൻ ആക്ച്വലി റിക്വയർഡ്. ദെർഫോർ ഇൻ ആൻ ഓവർ ക്യാപിറ്റലൈസ്ഡ് കമ്പനി ദ ഇൻവെസ്റ്റഡ് ഫണ്ട്സ് ആർ നോട്ട് പ്രോപ്പർലി യൂസ്ഡ്. അപ്പം എന്താ നോക്കാം, ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ആവശ്യമായി ഉള്ളതിനേക്കാൾ കൂടുതൽ ക്യാപിറ്റൽ ഫണ്ട് ചെയ്തെടുക്കുന്നതാണെന്ന് പറയുന്നത് ഓവർ ക്യാപിറ്റലൈസേഷൻ എന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകൾ ശരിയായി ഉപയോഗിക്കപ്പെടുന്നില്ല. ഉപയോഗിച്ച ക്യാപിറ്റലിന് തൃപ്തികരമായ റിട്ടേൺ റേറ്റ് നൽകാൻ കമ്പനിയുടെ വരുമാനത്തെ ചെയ്യാതെ വരുമ്പോഴാണത് നമുക്ക് ഓവർ ക്യാപിറ്റലൈസേഷനായി നമുക്ക് ഡിറ്റർമിനേഷൻ ചെയ്യുക. ഇൻ ഷോർട്ട്, ഡിക്ലൈൻ റേറ്റ് ഓഫ് ഏർണിങ്സ്, ഡിക്ലൈൻ റേറ്റ് ഓഫ് ഡിവിഡൻഡ്,
falling market value shares, falling in the real value assets, etc. are the important symptoms of overcapitalization വരുന്ന സിംറ്റംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇൻകം റേറ്റിലുള്ള കുറവ്, ഡിവിഡൻഡ് റേറ്റിലെ കുറവ്, അതേപോലെ തന്നെ എന്താണ് ഷെയറുകളുടെ മാർക്കറ്റ് വാല്യൂയിൽ വരുന്ന ഇടിവ് വരുന്നുണ്ട്, അസറ്റ്സ് റിയൽ വാല്യൂയിലുള്ള കുറവ്. ഇതൊക്കെയാണ് ഓവർ ക്യാപിറ്റലൈസേഷൻ്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് ആയി നമുക്ക് പറയാൻ സാധിക്കുക. Over capitalization does not mean excess capital. It only means the existing capital is not effectively utilized. Sometimes over capitalized company may have shortage of capital. Over capital ഉണ്ടാവുക എന്ന അർത്ഥത്തിലല്ല നിലവിലുള്ള ക്യാപിറ്റൽ നമ്മൾ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമാണ് ഇതിനർത്ഥം. ഓവർ ക്യാപിറ്റലൈസേഷൻ ഉണ്ടാകുക എന്നല്ല ഇതിനർത്ഥമാക്കുന്നത്. നിലവിലുള്ള ക്യാപിറ്റൽ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമാണ് ഓവർ ക്യാപിറ്റലൈസേഷനിൽ നിന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഇതിൻ്റെ ഇഫക്റ്റായി നമുക്ക് പറയാം ഇൻകം റേറ്റും അതുപോലെ ഇക്വിറ്റി ഷെയർ ഹോൾഡർമാർക്ക് നൽകേണ്ട ഡിവിഡൻസും റിഡ്യൂസ് ചെയ്തു വരുന്നു. ചില കേസുകൾ ചില സിറ്റുവേഷനിലൊക്കെ ഓവർ ക്യാപിറ്റലൈസേഷൻ ആയ കമ്പനികൾ ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ ഉണ്ടാകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നെക്സ്റ്റ്, കോസസ് ഓഫ് ഓവർ ക്യാപിറ്റലൈസേഷൻ. ഫസ്റ്റ്, റൈസിങ് മോർ ക്യാപിറ്റൽ ദാൻ വാട്ട് ഈസ് ആക്ച്വലി റിക്വയർഡ്. ആവശ്യമായി ഉള്ളതിനേക്കാൾ കൂടുതൽ ക്യാപിറ്റൽ സമാഹരിക്കുന്നതാണിത് ഓവർ ക്യാപിറ്റലൈസേഷന് ഫസ്റ്റ് കോസസ്. സെക്കൻഡ്, ബോറോയിങ് ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ അറ്റ് ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ലാർജ് എമൗണ്ട് കടമെടുക്കുന്നത്. തേർഡ് പോയിന്റ്, ഹൈ കോസ്റ്റ് ഓഫ് ഫോർമേഷൻസ്. കമ്പനി രൂപീകരണത്തിലുള്ള ഹൈ കോസ്റ്റ് വരുന്നത്. ഫോർത്ത് പോയിന്റ്, അക്വിസിഷൻ ഓഫ് അസറ്റ് വെൻ പ്രൈസസ് വെയർ ഹൈ. വിലക്കയറ്റമുള്ള സമയത്ത് ടൈമിൽ നമ്മൾ ഹൈ പ്രൈസ് നൽകി അസറ്റുകൾ പർച്ചേസ് ചെയ്യുന്നതാണെന്ത് ഓവർ ക്യാപിറ്റലൈസേഷന് മറ്റൊരു റീസൺ കോസസായി പറയും. ഇൻഅഡിക്കേറ്റ് ഡിപ്രഷൻ ഇൻഅഡിക്കേറ്റ് ആണ്. അതുപോലെ ലിബറൽ ഡിവിഡൻഡ് പോളിസിയാണ്. സെവൻത് പോയിന്റ്, ഹൈ റേറ്റ് ഓഫ് ടാക്സേഷൻ റിസൾട്ട്സ് ഇൻ ലോവർ ഏർണിങ്സ്. ഹൈ ടാക്സ് റേറ്റ് കാരണം ഇൻകം നമ്മൾ കുറയുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കുന്നത് ഇഫക്ട്സ് ഓഫ് ഓവർ ക്യാപിറ്റലൈസേഷൻ. ഓവർ ക്യാപിറ്റലൈസേഷൻ്റെ ഇഫക്ട്സ് എന്തൊക്കെയാണ്, പ്രത്യാഘാതങ്ങൾ, ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ഇഫക്ട്സ് ഓൺ ദി കമ്പനിയെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെ ഇഫക്ട്സ് ആണ് ഓവർ ക്യാപിറ്റലൈസേഷനിൽ ഉണ്ടാകുന്ന നോക്കാം. ഫസ്റ്റ്, ദ ഏർണിങ്സ് കപ്പാസിറ്റി ഓഫ് ദി കമ്പനി ഡിക്ലൈൻസ്. ഏർണിംഗ് കപ്പാസിറ്റി കുറയുന്നു. സെക്കൻഡ് പോയിന്റ്, reduces the marketability of shares because the rate of dividend and market value fall. ഡിവിഡൻഡ് റേറ്റും മാർക്കറ്റ് വാല്യൂം കുറയുന്നതിനാൽ ഷെയറുകളുടെ ഡിമാൻഡ് കുറയുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തേർഡ് പോയിന്റ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റൈസ് ക്യാപിറ്റൽ ബിക്കോസ് ഇൻവെസ്റ്റേഴ്സ് ലോസ് ഫെയ്ത്ത് ഇൻ ദി കമ്പനീസ്. ഇൻവെസ്റ്റേഴ്സ് കമ്പനിയിലുള്ള വിശ്വാസം നഷ്ടമാകുന്നതിനാൽ കമ്പനി ക്യാപിറ്റൽ സമാഹരിക്കാൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒത്തിരിയേറെ ബുദ്ധിമുട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഫോർത്ത് പോയിന്റ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റൈസ് ലോൺസ് ബിക്കോസ് ദ ക്രെഡിറ്റ് സ്റ്റാൻഡിംഗ് ഓഫ് ദി കമ്പനി ഈസ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ്. നമ്മൾ കമ്പനിയുടെ ക്രെഡിറ്റ് റേറ്റിനെ ബന്ധിപ്പിക്കുന്നതിനാൽ ലോൺസുകൾ ലഭിക്കാൻ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഫിഫ്ത്ത് പോയിന്റ്, റെപ്യൂട്ടേഷൻ ഓർ ഗുഡ് വിൽ ഓഫ് ദി കമ്പനി ഈസ് ലോയേഡ്. അതുപോലെ തന്നെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സൽപ്പേര് ഗുഡ് വില്ലും കുറയുന്നു. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് മേ ഇൻവോൾവ് ഇൻ ദി മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് ടു ഷോ ഹൈ പ്രോഫിറ്റ്. കൃത്രിമമായി മാനിപ്പുലേഷനിലൂടെ ഹൈ പ്രോഫിറ്റ് കാണിക്കുന്നതിനായി അക്കൗണ്ടുകളിൽ മാനിപ്പുലേഷൻ കൃത്രിമം കാണിച്ചേക്കാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് മേ ഗോ ഇൻ ടു ലിക്വിഡേഷൻ. കമ്പനി ലിക്വിഡേഷനിലേക്ക് എത്തിച്ചേരാം, കമ്പനി വൈൻഡപ്പ് ചെയ്തതിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യം വന്നേക്കാം. നെക്സ്റ്റ്,
ഇഫക്ട്സ് ഓൺ ദി ഷെയർഹോൾഡേഴ്സിൻ്റെ കേസിൽ നോക്കാം. റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഫാൾസ് അല്ലേ, ഡിവിഡൻഡ് റേറ്റ് കുറയുന്നു. നെക്സ്റ്റ് പോയിന്റ്, മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് ഫാൾസ് അല്ലേ, ഷെയറുകളുടെ മാർക്കറ്റ് വാല്യൂ കുറയുന്നു. നെക്സ്റ്റ്, മാർക്കറ്റബിലിറ്റി ഓഫ് ഷെയർസ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് അല്ലേ, ഷെയറുകളുടെ മാർക്കറ്റ് സാധ്യതയെ നമുക്ക് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഷെയർസ് ഹാവ് എ സ്മോൾ വാല്യൂ ആസ് കൊളാട്രൽ സെക്യൂരിറ്റി അല്ലേ, നമുക്കറിയാം എന്താണ് ഈടായി, കൊളാട്രലിൽ നിന്ന് ഈടായി നൽകുമ്പോൾ അല്ലേ ഷെയറുകൾക്ക് സ്മോൾ വാല്യൂ മാത്രമേ ലഭിക്കുന്നുള്ളൂ. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് എൻകറേജസ് സ്പെക്കുലേഷൻ. സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കച്ചവടം അല്ലേ, കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഇറ്റ് മേ റിസൾട്ട് ഇൻ ലോസസ് ഓൺ റീഓർഗനൈസേഷൻ ഓർ ലിക്വിഡേഷൻസ്. റീഓർഗനൈസേഷൻ ഓർ ലിക്വിഡേഷനിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, ഇഫക്ട്സ് ഓൺ ദി സൊസൈറ്റി. സൊസൈറ്റി കേസിൽ എന്തൊക്കെ ഓവർ ക്യാപിറ്റലേഷൻ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ഇഫക്ട്സ് പ്രത്യേകതകളാണ് വരുന്നതെന്ന് നോക്കാം. ടു ഇൻക്രീസ് ഏർണിങ്സ്, ദ കമ്പനി മേ റിഡ്യൂസ് ദി ക്വാളിറ്റി ആൻഡ് ഇൻക്രീസ് ദി പ്രൈസസ് ഓഫ് ദി പ്രോഡക്റ്റ് അല്ലേ, നമുക്ക് പറയാൻ സാധിക്കും ഇൻകം ഇൻക്രീസ് എന്നതിനായിട്ട് കമ്പനി പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി റിഡ്യൂസ് ചെയ്യുകയും പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്തേക്കുമെന്നാണ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, ദ കമ്പനി മേ റിഡ്യൂസ് വേജസ് ആൻഡ് ഔട്ട് ഡൗൺ ലേബർ വെൽഫെയർ മെഷേഴ്സ്. ദീസ് അഫക്ട്സ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. കമ്പനി സാലറി റിഡ്യൂസ് ചെയ്യുക, എംപ്ലോയീസിൻ്റെ വെൽഫെയർ നടപടികൾ വെട്ടിച്ചുരുക്കുകയും ചെയ്തേക്കുമെന്നാണ് പറയുന്നത്. തേർഡ് പോയിന്റ്, ദ കമ്പനി മേ ബി ക്ലോസ് ഡൗൺ. ദീസ് ക്രിയേറ്റ്സ് അൺഎംപ്ലോയ്മെൻറ്റ്. കമ്പനി അടച്ചുപൂട്ടാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ദ റിസോഴ്സസ് ഓഫ് ദി നേഷൻ കനോട്ട് ബി ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ്. രാജ്യത്തിൻ്റെ റിസോഴ്സസുകൾ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അതുപോലെ പബ്ലിക് ലോസസ് കോൺഫിഡൻസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള പൊതുജനങ്ങളുടെ വിശ്വാസം തന്നെ നഷ്ടപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നെക്സ്റ്റ്, റെമഡീസ് ഓഫ് ഓവർ ക്യാപിറ്റലേഷൻ ചെയ്യാനുള്ള റെമഡീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, റിഡക്ഷൻ ഓഫ് ഡെപ്റ്റ് അല്ലേ, ഡെപ്റ്റ് നമുക്ക് പരമാവധി കുറയ്ക്കുകയാണെങ്കിൽ ഓവർ ക്യാപിറ്റലൈസേഷൻ ഒഴിവാക്കാം അല്ലേ. സെക്കൻഡ് പോയിന്റ്, റിഡക്ഷൻ ഓഫ് പ്രിഫറൻസ് ഷെയറുകൾ പരമാവധി കുറയ്ക്കുകയാണെങ്കിൽ, പ്രിഫറൻസുകളുടെ എണ്ണം കുറയ്ക്കുകയാണെങ്കിൽ നമുക്കത് പരമാവധി ഓവർ ക്യാപിറ്റലൈസേഷൻ റെമഡീസായി എടുക്കാം. തേർഡ് പോയിന്റ്, റീഓർഗനൈസേഷൻ ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, റെഡ്യൂസിങ് ദി ഫേസ് വാല്യൂ ഷെയർസ് ഓർ റെഡ്യൂസിങ് ദി നമ്പർ ഓഫ് ഷെയർസ് അല്ലേ, ഷെയറുകളുടെ ഫേസ് വാല്യൂ അഥവാ ഷെയറുകളുടെ നമ്പർ കുറയ്ക്കുക എന്നതും ഓവർ ക്യാപിറ്റലേഷൻ റെമഡീസാണ്. ഫെയർ വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ടു ദെയർ പ്രോപ്പർ വാല്യൂസ്. അസറ്റ്സുകളുടെ ശരിയായ വാല്യൂ നടത്തുക. അതുപോലെ ഫിഫ്ത്ത് പോയിന്റ്, ഇംപ്രൂവ് എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ് കാര്യക്ഷമത ഇംപ്രൂവ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.